പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പരിശുദ്ധ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഇതുപോലെ നിർത്തി സാക്ഷ്യം പറയിച്ചതിൽ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ചിഞ്ചു, ഇതെൻ്റെ അമ്മ ബിന്ദു, എൻ്റെ ഹസ്ബൻഡാണ് അജിൻ. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. കല്യാണത്തിന് ശേഷം 2 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ടെസ്റ്റ് നടത്തിയതിൽ ഹസ്ബൻഡിന് കൗണ്ട് കുറവായിരുന്നു, കൗണ്ട് തീരെയില്ലായിരുന്നു. ഞങ്ങൾ മരുന്നുകൾ കഴിക്കാൻ തുടങ്ങി. ആദ്യം അലോപ്പതി മരുന്നുകൾ കഴിച്ചു തുടങ്ങി. 3 മാസക്കാലം കണ്ടിന്യൂസ് കഴിച്ചിട്ടും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല, കൗണ്ട് കൂടുന്നേ ഇല്ലായിരുന്നു. അലോപ്പതി മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്ത് ആയുർവേദം ട്രൈ ചെയ്തു. ആയുർവേദം മരുന്നും ഇതുപോലെ തന്നെ 3-4 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ടും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. കൗണ്ട് 0 കൗണ്ടായിരുന്നത് ഒന്നുപോലുമായി കൂടി വന്നിട്ടില്ലായിരുന്നു. മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്ന സമയത്തെല്ലാം എൻ്റെ അമ്മ എന്നോട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മയാണ് ആദ്യം കൃപാസനത്തെ പറ്റി പറയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും. പക്ഷേ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് മരുന്നുകൾ വർക്ക് ചെയ്യുമെന്നും മരുന്നുകൾ കഴിക്കുന്നത് വഴി കുഞ്ഞുണ്ടാവുമെന്നും വിചാരിച്ച് അന്നേരം കൃപാസനത്തിൽ വരികയും ചെയ്തില്ല, ഉടമ്പടി എടുത്തതുമില്ല. എന്നാൽ മരുന്ന് കഴിച്ചിട്ട് ഫലമില്ലെന്നുള്ളത് കണ്ടപ്പോൾ മരുന്നുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയതിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടി 90 ദിവസം ആകുന്നതിന് മുമ്പേ പ്രഗ്നൻ്റ് ആയി. ആദ്യത്തെ സ്കാനിങ്ങിൽ തന്നെ യൂട്രസിനകത്ത് ഫൈബ്രോയിഡ്സ് ഉണ്ടെന്ന് കണ്ടിരുന്നു. അകത്തും പുറത്തും ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു. എല്ലാ സ്കാനിങ്ങിലും ഫൈബ്രോയിഡ്സ് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫൈബ്രോയിഡ്സ് വലുതാകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഡെലിവറി സമയത്ത് ഒരു ഫൈബ്രോയിഡ് നല്ല രീതിയിൽ വലിപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഗർഭാശയത്തിൻ്റെ വായുഭാഗത്ത് കുഞ്ഞിറങ്ങി വരുന്ന വഴിയിലായിരുന്നു. അതുകൊണ്ട് നോർമൽ ഡെലിവറിക്ക് സാധ്യതയും ഉണ്ടായിരുന്നില്ല. സിസേറിയൻ ഡെലിവറിയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുകയും ആ വലിപ്പം ഉണ്ടായിരുന്ന മുഴ നീക്കം ചെയ്യുകയും ചെയ്തു. 2025 സെപ്റ്റംബർ 16 പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കുഞ്ഞിൻ്റെ പേര് ഇവാൻ എന്നാണ്. പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നർത്ഥം വരുന്ന ഇവാൻ എന്നുള്ള പേരാണ് കുഞ്ഞിന് ഞങ്ങൾ നൽകിയിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ പുനരുദ്ധാരണം എന്ന് പറയുന്ന 27 വർഷത്തോളം ഞാൻ 30 വർഷം കാത്തിരുന്നു. എൻ്റെ വീട് 30 വർഷം പഴക്കമുണ്ട്. എൻ്റെ വീടിന് 27 രൂപ കൊണ്ട് പഞ്ചായത്തിൻ്റെ ലോണ് 27 രൂപ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീടാണ് എൻ്റേത്. 30 വർഷത്തോളം ഞാൻ കാത്തിരുന്നു ആ വീടിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി. എല്ലാവരും വന്ന് മെമ്പറായി കഴിയുമ്പോൾ എല്ലാവരും വന്ന് കയറി ഇറങ്ങി പോകും. എൻ്റെ വീടിന് ഒരു കുഴപ്പവുമില്ല. പക്ഷേ ചിതലരിച്ച് ജീർണിച്ച് താഴെ വീടാറായ ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ 3 പെൺകുഞ്ഞുങ്ങളെയുമായി എൻ്റെ വീട്ടിനകത്ത് താമസിച്ചിരുന്നു. കുടയോടെയാണ് എൻ്റെ വീട്ടിനകത്ത് ഞാൻ താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടിയിൽ വീടിൻ്റെ പുനരുദ്ധാരണം ഞാൻ എഴുതി അമ്മ മാതാവിന് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥനയിലൂടെ കടന്നുപോയി. അപ്പോൾ എൻ്റെ വീടിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ലാസ്റ്റ് ഇറങ്ങാറായപ്പോഴത്തേക്കും മെമ്പർ പറഞ്ഞു, ബിന്ദുവിന് വീടിന് അപേക്ഷ വെച്ചിട്ടുണ്ട്, അത് സാക്ഷിയായി കിടക്കുകയാണ്, ചെയ്യുന്നുണ്ടോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെയ്യാൻ എനിക്ക് നിർവാഹം ഇപ്പോൾ ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ മുണ്ടക്കയത്തിന് പോകാനായിട്ട് വണ്ടിയെ കയറാനായിട്ട് റോഡിൽ കയറി നിൽക്കുമ്പോൾ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഇട്ടിച്ചൊരു വണ്ടി എൻ്റെ മുന്നിൽ വന്ന് നിർത്തി. അപ്പോൾ ഞാൻ ഓർത്തു എന്നെ മുണ്ടക്കയത്തിന് കൊണ്ടുപോകാനായിരിക്കും നിർത്തിയെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ ഞാൻ ഇതിലേക്ക് പെട്ടെന്ന് ചാടി കയറാൻ ശ്രമിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ മുണ്ടക്കയത്തിന് കൊണ്ടുപോകാനല്ല, വീടിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ കാര്യം എങ്ങനെയാണ്, ബിന്ദു വയ്ക്കുന്നില്ലെങ്കിൽ അടുത്ത ആളിന് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ പറയാൻ ഒരു മാർഗവുമില്ല, ഞാൻ മുണ്ടക്കയത്തിന് പോയിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ വൈകിട്ട് വിളിച്ച് പറയാം, നിവൃത്തിയില്ലെങ്കിൽ ഞാൻ വെക്കുന്നില്ല, അടുത്ത ആളിന് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പറയാമെന്ന് കരുതി ഞാൻ ബാങ്കിൽ എൻ്റെ ചെറിയ പണയത്തിന് പലിശ അടയ്ക്കാൻ വേണ്ടി ഞാൻ ചെന്നതാണ്. അപ്പോൾ ഞാൻ ചീട്ട് കാണിച്ചപ്പോൾ എന്നോട് പണയത്തിലിരിക്കുന്ന ആൾ പറഞ്ഞു, ചേച്ചിക്ക് ഇതിനകത്തുനിന്ന് ഒരു 60,000 രൂപ കൂടി അങ്ങോട്ട് തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു, ഇത് കിട്ടിയാൽ എൻ്റെ വീട് പുനരുദ്ധാരണം ചെയ്യാൻ പറ്റും. ഞാൻ അതും വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നു മെമ്പറോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച എൻ്റെ നിയോഗം ഓരോന്നായി എനിക്ക് സാക്ഷാത്കരിക്കാൻ തുടങ്ങിയതായി എൻ്റെ മനസ്സിലേക്ക് കുളിര് കോരുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഇന്നെൻ്റെ വീട് പൂർണ്ണമായും സ്വർഗമായി മാറി. ഇന്നെൻ്റെ വീടിൻ്റെ ശോചനാവസ്ഥയെല്ലാം മാറി. എൻ്റെ വീടിന് പുനർജന്മം നൽകി. എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടായി, കരച്ചിലായി, ബഹളമായി, എല്ലാം ഒരു നിയോഗം പോലെ ദൈവം എനിക്ക് സാധിച്ചു തന്നു. 3 പെൺകുഞ്ഞുങ്ങളുടെ മാതാവായി എന്നെ നാട്ടുകാരൊക്കെ കളിയാക്കുമായിരുന്നു. എൻ്റെ ഭർത്താവിന് വലിയ ആരോഗ്യമോ വലിയ കഴിവോ ഒന്നുമില്ല. അങ്ങാർക്ക് കിട്ടുന്ന തുച്ഛമായൊരു വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ 3 കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ചിരുന്നതും. ഞാൻ കൂലിവേലയ്ക്ക് പോകും. ഒത്തിരിയേറെ കാര്യങ്ങൾ ഞാൻ
എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യും. എൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ഒത്തിരിയേറെ സങ്കടങ്ങളോടെയാണ് ഞാൻ ഈ സാക്ഷി ഇന്ന് ഇവിടെ നിന്ന് ഈ മാതാവിൻ്റെ അൾത്താരിൽ നിന്ന് എന്നെ എത്തിച്ചത് എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനുമാണ്. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി സ്തുതികളും സ്തോത്രങ്ങളും ഞാൻ അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്ന പത്രം എല്ലാ വീടുകളിലൂടെയും കയറി ഇറങ്ങി ആശുപത്രികളിലുമെല്ലാം ഞങ്ങൾ കൊടുത്ത് ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളെല്ലാം പറയുകയുണ്ടായി. പിന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള അനാഥാലയത്തിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഇനിയും ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അച്ഛൻ്റെ സാക്ഷ്യങ്ങളെല്ലാം യൂട്യൂബിൽ വരുന്നത് കാണുമായിരുന്നു. ഡെയിലി ഇവരുടെ പ്രാർത്ഥന കൂടുമായിരുന്നു. പത്രങ്ങൾ കിട്ടുന്നത് ഞങ്ങൾ ആശുപത്രികളിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. വീടുകൾ കയറി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ പോലും വീടുകളിൽ കയറി ഇറങ്ങി ഞങ്ങളുടെ അനുഭവ സാക്ഷ്യം ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഒരു കുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ച സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പത്രം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. സങ്കീർത്തനം 46 1-ാം വചനമാണ്. ദൈവമാണ് നമ്മുടെ അഭയം. ദുഃഖങ്ങളും കഷ്ടങ്ങളും വരുമ്പോൾ അഭയം പ്രാപിക്കാവുന്ന സുരക്ഷിതമായ ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ ഈ ആലയം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് കരയുന്ന ഓരോ മക്കളുടെയും കരച്ചിൽ അമ്മ കേൾക്കാതിരുന്നിട്ടില്ല. എല്ലാ പ്രതീക്ഷകളും തകരുമ്പോഴും ദൈവമാണ് നമ്മുടെ ശക്തി. നമ്മുടെ മെറിറ്റ് മതിയാകാതെ വരുമ്പോൾ ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് ഉള്ള ഒരു ദൈവാനുഭവമാണ് ഉടമ്പടി ജീവിതം. ചിഞ്ചു മോളിൻ്റെയും കുടുംബത്തിൻ്റെയും ഒരു വലിയ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നാം കേട്ടത്. 2 വർഷം കുട്ടികളില്ലായിരുന്നു. പല കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നു. കൗണ്ട് കുറവായിരുന്നു. ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. പല ട്രീറ്റ്മെൻറ്റും ചെയ്തു. അലോപ്പതിയും ആയുർവേദ ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്തു. പിന്നീടാണ് അമ്മ പറഞ്ഞപ്പോൾ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴും അവർ മരുന്നുമായി മുന്നോട്ട് പോയി. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് നമ്മുടെ മെറിറ്റിൽ ഇനി സാധിക്കില്ല, ഇനി ദൈവകൃപയിൽ ആശ്രയിക്കാമെന്ന്. ഇവിടെ വന്നു പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തപ്പോൾ 90 ദിവസം തികയ്ക്കുന്നതിന് മുൻപ് തന്നെ ഈ മകൾ പ്രഗ്നൻ്റായി. 2 വർഷത്തെ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ്, മരുന്നുകൾ ഫലമില്ലാന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ മകൾക്ക് ദൈവത്തിൻ്റെ ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹം ലഭിച്ചത്. ഫൈബ്രോയിഡ് ആയിരുന്നിട്ടും നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകാൻ ഇവർക്ക് സാധിച്ചു. മകന് നൽകിയ പേരും ദൈവത്തിൻ്റെ ദാനമെന്നാണ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഐവാൻ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം ഉടമ്പടി മക്കൾക്ക് മാത്രം പറ്റാവുന്ന ഒരു കാര്യമാണ്. ഉടമ്പടി ജീവിതത്തിൽ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മുടെ ഓരോ കാര്യങ്ങളും ഏറ്റെടുക്കുകയാണ്. അമ്മയാണ് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനും ഒരമ്മ നമ്മുടെ കൂടെയുണ്ട്. 27 വർഷം ചോർന്നൊലിഞ്ഞ ഒരു വീടായിരുന്നു ഈ മകളുടേത്. ഉടമ്പടി എടുത്ത ഉടനെ വളരെ പെട്ടെന്നാണ് ഒരു മാറ്റം ഈശോയും അമ്മയും അവരുടെ ജീവിതത്തിൽ ഒരു പുത്തൻ വീട് നൽകി അവരെ അനുഗ്രഹിച്ചത്. ആ മകൾ പറഞ്ഞതുപോലെ കൃപാസനത്തിലെ അമ്മയുടെ പടം വെച്ച ഒരു വണ്ടിയാണ് യാദൃശ്യമായി കണ്ടത്. എല്ലാം ഒരു ദൈവനിമിത്തമാണ്. ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഓരോ നിമിഷവും നമുക്കറിയാത്ത രീതിയിൽ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും അവരുടെ സാന്നിധ്യം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ മക്കൾക്ക് ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചപ്പോഴും എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ മക്കൾ ഒന്നിച്ചു ചേർന്നാണ്, അമ്മയും മക്കളും മരുമകനും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒരു കുടുംബത്തോടെയാണ് പ്രേക്ഷിത പ്രവർത്തനമെല്ലാം ചെയ്തത്. ആത്മീയമായിട്ടും അവർക്ക് വളരെ വളർച്ചയുണ്ടായി. ദൈവത്തെ അടുത്തറിഞ്ഞ നിമിഷങ്ങളാണ്. നമുക്കും ഈശോയോട് ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം ആത്മാർത്ഥമായി മുന്നോട്ട് നയിക്കാം. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും കടന്നു വരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ചിഞ്ചുമോൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.